പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എവിടെ? വീഴാൻ ഇനി സമയമുണ്ട്. നേരെ അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ എന്തിന് അവൻ എല്ലായിടത്തും പറയണം അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. താൻ ആരാണ്? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. താൻ ആരാണ്? താൻ ആരാണ് എന്നുള്ളത് താൻ ആരാണോ? താൻ ആരാ? ഞാനാ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. മിസ്റ്റർ വേണു, ഇത് എന്റെ അപ്പനോട് പോയി പറയ് എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല, പക്ഷെ എന്റെ ഗ്രേഡ് മാറിപ്പോയി. ഇപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്, രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ആയിട്ട് എണീക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുക? ഫസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യാ? ബാത്റൂം പോകും, കുറച്ച് 2 ദിവസം ചില്ല് ചെയ്ത് നടക്കും. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഷൈൻ ചാട്ടിന്റെ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ എന്റെ ആപ്പ് ഉണ്ട്, ബമ്പിൾ ലൈസ് ഡേറ്റിംഗ് ആപ്പ്. അപ്പോൾ ഡേറ്റിംഗ് ഇഷ്ടമുള്ളവർക്കാണ് അതിൽ ചേരേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ബാത്റൂമിൽ കയറുന്ന ഒരാള് എന്തിനാ കയറണേ? കിടക്കാനല്ലല്ലോ. അപ്പൊ ബാത്റൂമിൽ കയറി വരുന്ന ഒരാളോട് എന്തിനാ കിടക്കാനാ പോയെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വാട്ട് യു ഡൂയിങ് ഇൻ ദ ടോയ്ലറ്റ്? We are not straight, and actually the straight people are not straight. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സിനെ തപ്പാൻ വേണ്ടിയിട്ടാണ് ബമ്പിളിൽ കയറിയേക്കുന്നെങ്കിൽ അങ്ങനെ വരണ്ടെന്നാണ് ഷൈൻ ചേട്ടൻ പറയുന്നത് അല്ലേ? അങ്ങനെയല്ല, അവര് വന്നോട്ട് വെറുതെ മെസ്സേജ് അയച്ചിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. സംസാരിക്കാൻ പോലും സമയമില്ല. സംസാരിച്ച് കഴിഞ്ഞ് 40 വയസ്സായി, ഇനി സംസാരിച്ചോണ്ടിരുന്ന 80 ആവും. ഞാനിപ്പോ ഗോവയിൽ പോവാണെങ്കിൽ ചിക്സിനായിട്ടല്ലേ പോകുള്ളൂ. ബാസിനെ വിളിച്ചോണ്ട് പോവോ? ബാസ് ഇപ്പൊ ചില്ല് ചെയ്യാൻ പോകുമ്പോ എന്നെ വിളിച്ചോണ്ട് പോവോ? ചിക്സ് ആയിട്ടല്ലേ പോകുള്ളൂ. ഇതെന്ത് ബുദ്ധിമുട്ട്? ഞാനും ഇടക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചോളാം. അവരൊരു ഫോട്ടോ ഇടുമ്പോഴേക്കും താഴെ വന്നിട്ട് ഇവളെന്താ ഇങ്ങനെ, ഇവളെന്താ കോപ്പി എന്നുകൊണ്ട് തെറി വിളിക്കുക എന്ന് പറയുന്ന ആളുകള് നമ്മളെ വളരെ അധം പതിച്ചവരും അത് മനസ്സിലായ അവർ ഒരു തരത്തിൽ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആൾക്കാരുമാണ്. അവരുടെ പ്രശ്നം വെറും ഞരമ്പും കഴപ്പും മാത്രമാണ്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമേൻ, ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. പക്ഷേ നിന്നും കൺട്രോൾഡ് ആവുകയും വേണം, തിരിച്ച് കളങ്കമില്ലാതെ ദൈവത്തിലേക്ക് എത്തുകയും വേണം. അപ്പൊ പുറത്തു കടക്കണം ലൗകികതയിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ അകത്ത് കടക്കണ്ടേ? ഒരു സാധനത്തിന്റെ അകത്ത് കടക്കാതെ എങ്ങനെ നമ്മൾ അതിന്റെ പുറത്ത് കടക്കും? അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ പറ്റാത്തവര് അതിന് എങ്ങനെയാണ് അതിന് പുറത്തു കിടക്കേണ്ടത്? അത് ചെയ്യില്ല, കൺട്രോൾ ചെയ്തു, അതിനാലോചിക്കില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രഷറിൽ തിരിച്ചു വരുള്ളൂ. ഇറ്റ്സ് എക്സസൈസ് ലൈക്ക് അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആവേണ്ടത്. പക്ഷെ ഇതിനെ പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ രീതിയിലാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇതൊക്കെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കിളി പോവില്ലേ? ശരിയാണ്. എന്നിട്ട് കിളി പോയിട്ടില്ലല്ലോ. നമ്മൾ അതൊക്കെ അങ്ങോട്ടും വെള്ളം തൊടാതാണ്ട് മുഴുങ്ങിയില്ലേ? വട്ടാണല്ലേ. ഇനി കിളി പോകണ അവസ്ഥയുണ്ടല്ലോ, ആക്ച്വലി നല്ലതാ. കിളി പോയി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയായ പിന്നെ തലയുടെ പ്രവർത്തനം നടക്കില്ലേ? അപ്പൊ കിളി പോകുന്നതാണ് ആക്ച്വലി ഒരാൾക്ക് ചിന്തിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം. ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. അവന്റെ കിളി പോയതാണ്. ആക്ച്വലി അവന് കിളിയില്ല, കിളിയുടെ കാട്ടവും ഇല്ല, അതിന്റെ ഒരു ടോണും കോപ്പും കുട്ടും ഒന്നുമില്ല. എന്ന് പറയുമ്പോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കല്യാണം എന്ന് പറയുമ്പോ ടീ പാർട്ടിയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ അത്ര വലിയ ആഘോഷമില്ല. ടീ പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ 2 പാർട്ടിക്കാരാവും ബാക്കി. എന്റെ പൊന്നു നായിട്ട് അവരെ കരയിക്കണം.
അതെ ഈ സാധനത്തിന് എന്താ ചെയ്യാൻ മനസ്സിലായോ? കുറെ കിളിയൊക്കെ പോയി, പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായി. ഇന്നത്തേക്ക് മതി. അപ്പൊ കാണാം. സി യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.